ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഒരുപോലെ തകർക്കപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞ് രോഗി മരിച്ചു എന്ന സംഭവം വലിയ വിവാദമാക്കാൻ CPIM ശ്രമിക്കുമ്പോൾ മരിച്ച വ്യക്തിയുടെ കുടുംബം തന്നെ കോൺഗ്രസിനെ പിന്തുണയായി എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെറും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന CPIM-നെ പൊതുമധ്യത്തിൽ ഇട്ട് വലിച്ചു കീറി ഒട്ടിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം MLA. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം ആരോഗ്യ മേഖലയ്ക്കൊപ്പം വിദ്യാഭ്യാസ മേഖലയും താറുമാറായി കിടക്കുകയാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകളും ബുക്കുകളും അവതരിപ്പിച്ച വമ്പൻ പരസ്യം നൽകാൻ മാത്രമാണ് സർക്കാരിന് കഴിഞ്ഞത്. എന്നാൽ സ്കൂളുകളിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവർക്ക് കഴിവുണ്ടായിരുന്നില്ല. അതിന്റെ ബാക്കി പത്രമായിരുന്നു മേൽക്കൂര തകർന്ന് വീണ കാർത്തികപ്പള്ളി സ്കൂളിലേക്ക് KS യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചത്. ഗേറ്റ് തള്ളി തുറന്ന പ്രവർത്തകർ സ്കൂളിനകത്തേക്ക് തള്ളിക്കയറിയതോടെ CPIM പ്രവർത്തകർ തടയുകയായിരുന്നു. തുടർന്ന് പ്രതിഷേധം കയ്യാങ്കളിയിലെത്തുകയായിരുന്നു. ക്ലാസ് നടക്കുന്നതിനിടയിലാണ് പ്രതിഷേധവും കയ്യാങ്കളിയും ഉടലെടുത്തത്. പ്രവർത്തകർ കസേരകൾ ഉൾപ്പെടെ കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചെറിഞ്ഞു. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസ് ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല താനും. സംഘർഷത്തിൽ മാധ്യമപ്രവർത്തകരടക്കം നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ CPIM പ്രവർത്തകർ പിന്നിൽ നിന്നും ആക്രമിക്കുകയായിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസുകാർ ആരോപിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൈയേറ്റം ചെയ്തതായിട്ടും മെമ്പർ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസമാണ് കാർത്തികപ്പള്ളി സർക്കാർ UP സ്കൂളിലെ പ്രധാന കെട്ടിടത്തിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു വീണത്. അവധി ദിവസമായതുകൊണ്ട് തന്നെ വലിയ ദുരന്തമാണ് അന്ന് ഒഴിവായത്. തകർന്ന കെട്ടിടത്തിൽ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് സ്കൂൾ അധികൃതർ പറഞ്ഞത്. എന്നാൽ ഇവിടെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നുവെന്നും രക്ഷിതാക്കളും നാട്ടുകാരും പറയുന്നുണ്ട്. അപകടം നടന്ന ശേഷം സ്കൂൾ അധികൃതർ തകർന്ന ക്ലാസ് മുറികളിലെ മേശകളും ബെഞ്ചുകളും ധൃതിപ്പെട്ട് എടുത്തു മാറ്റുകയായിരുന്നുവെന്നും നാട്ടുകാർ ആരോപിച്ചു. എന്തായാലും താറുമാറായി ഈ വകുപ്പുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ സിസ്റ്റം ശരിയല്ല എന്ന് പറയുന്ന മന്ത്രിമാരാണ് നമുക്കുള്ളത്. ഇതെല്ലാം ഈ സർക്കാരിന്റെ അധപ്പതനമാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. യൂത്ത് കോൺഗ്രസ്സുകാർ ആംബുലൻസ് തടഞ്ഞിട്ടു, അതുകൊണ്ട് ചികിത്സ വൈകി, അതുകൊണ്ട് കൊല്ലപ്പെട്ടതാണോ എന്ന ചോദ്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ആ വീട്ടുകാർ പറയുന്നത് അതാണല്ലോ പ്രാഥമികം, അതാണല്ലോ ഇതിൻ്റെ ഏറ്റവും ഒതന്റിക്ക്. ആ വീട്ടുകാർ തന്നെ പറയുകയാണ്, ഞങ്ങൾ വരുമ്പോൾ തന്നെ അവിടെ വാക്ക് തർക്കം നടക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന് അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ഞങ്ങളുടെ സഹോദരനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ആ യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഓടി വന്നിട്ട് ഇത് നമ്മുടെ ബിനുവല്ലേ എന്ന് പറഞ്ഞ് അവരാണ് എടുത്ത് ക്രച്ചസി വെച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്, മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് എന്ന് ആ കുടുംബം തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ CPM-ന്റെ നേതാക്കന്മാർ മനുഷ്യത്വം എന്നേ വെടിഞ്ഞു. കഴുകൻ്റെ മനസ്സുമായി പ്രതിപക്ഷ സമരങ്ങളെ ഒന്ന് ഉന്മൂലനം ചെയ്യാൻ എന്തെങ്കിലും ഒരു കാരണത്തിനൊരു മരണത്തെ കിട്ടിയാൽ, ഒരു മനുഷ്യൻ്റെ ജീവനെ കിട്ടിയാൽ അതൊന്ന് കൊത്തിത്തിന്ന് തങ്ങളുടെ വിശപ്പടക്കാമെന്ന് വിചാരിക്കുന്ന കഴുകൻ്റെ മനസ്സുമായി CPM-ന്റെ നേതൃത്വം മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ചർച്ചയാകേണ്ട വിഷയം ഏതാ? ഇവിടെയും ചർച്ചയാകേണ്ടത് നമ്പർ 0 ഗവൺമെന്റിനെ പറ്റിയാ. ഞങ്ങളുടെ വലിയ ക്യാമ്പയിൻ ആരംഭിക്കുവാൻ പോവുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ. നമ്പർ 1 കേരളം എന്നാണല്ലോ പറയുന്നത്. നമ്പർ 0 ഗവൺമെന്റ്. ഇവിടെ സർക്കാരില്ലാത്തൊരവസ്ഥ. താലൂക്ക് ആശുപത്രിയിൽ ആ വ്യക്തിയെ കൃത്യസമയത്ത് എത്തിച്ചില്ലേ? എന്താ ഇപ്പോൾ താലൂക്ക് ആശുപത്രികളുടെ അവസ്ഥ? അതിലേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് റഫറൻസ് ആശുപത്രി മാത്രമായി മാറിയിരിക്കുക. അവിടേക്ക് വന്ന 2 ചീട്ട് എഴുതും. ഒന്നെങ്കിൽ പാരസെറ്റാമോൾ എന്ന് എഴുതും. പാരസെറ്റാമോൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നേരെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിടുകയാണ്. പിന്നെന്താ ഈ താലൂക്ക് ആശുപത്രിയുടെ പണി? ഇത്രയേറെ സമ്പത്ത്
ഇത്രയേറെ മാനവ വിഭവശേഷി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയല്ലേ കേരളത്തിൻ്റെ ആരോഗ്യ മേഖല. ഇപ്പം എൻ്റെ പാലക്കാട് ആശുപത്രിയുടെ അവസ്ഥ എനിക്കറിയാം. എത്ര തവണ എത്ര പത്രസമ്മേളനം ഞാൻ നടത്തിയിട്ടുണ്ട്. അടിയന്തര പ്രമേയം ഞാൻ സബ്മിഷനുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തെല്ലാം ഇടപെടലുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. മന്ത്രിമാർക്ക് നിരന്തരമായി കത്തെഴുതിയിട്ടുണ്ട്. എന്താ പ്രശ്നം? മതിയായ മരുന്നുകളില്ല, മതിയായ ഡോക്ടർമാരില്ല, മതിയായ സാങ്കേതിക തികവില്ല. താലൂക്ക് ആശുപത്രിയിലേക്ക് ഒരു വ്യക്തിയെ സമയത്തെത്തിച്ച ആളെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത വ്യവസ്ഥിതിയാണ് കേരളത്തിന്റെ താലൂക്ക് ആശുപത്രികൾക്ക്. ജില്ലാ ആശുപത്രികളുടെ അവസ്ഥ വ്യത്യസ്തമല്ല. മെഡിക്കൽ കോളേജിൽ പോയാൽ കൂട്ടിരിക്കുന്ന ആൾ വരെ കെട്ടിടം തകർന്നു വീണ് വരെ മരിക്കുന്ന സാഹചര്യം. അതൊക്കെ മറച്ചു പിടിക്കാൻ ഒരു വ്യാജ ആരോപണവുമായി വരാമെന്ന് CPM വിചാരിച്ചാൽ അങ്ങനെയൊന്നും ഞങ്ങളുടെ സമരങ്ങൾ ഇല്ലാതാകില്ല. അപ്പൊ അത് പരിശോധിക്കപ്പെടണം. വിതുരയിലെ താലൂക്ക് ആശുപത്രിയുടെ ചികിത്സാ പരിമിതികളെ പറ്റി നമുക്ക് ചർച്ച ചെയ്യണം. ഇനി മെഡിക്കൽ കോളേജിൽ സമയത്തെത്തിയെന്ന വീട്ടുകാർ പറയുന്നുണ്ടല്ലോ. മെഡിക്കൽ കോളേജിലെത്തി 15 മിനിറ്റോളം അവരോടൊക്കെ സംസാരിച്ചു, അതിനുശേഷമാണ് മരണപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിൽ എത്തിയ ടൈമിൽ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടും ആ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യ വ്യവസ്ഥിതി, കോഴിക്കോട്ടെ റിപ്പോർട്ടർമാരല്ലേ നിങ്ങളൊക്കെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ എന്താ? ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ്. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാകുമ്പോൾ സിസ്റ്റം എറർ എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു മന്ത്രി, എന്ത് പറഞ്ഞാലും സിസ്റ്റം എറർ എന്ന് പറയാൻ വേണ്ടി മാത്രമാണെങ്കിൽ എന്തിനാണെന്നൊരു മന്ത്രിയുടെ ശമ്പളം നമ്മൾ വേസ്റ്റാക്കുന്നേ? അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യരംഗം, ഈ സർക്കാർ കേരളത്തിന്റെ ആരോഗ്യരംഗത്തിനും കേരളത്തിലെ സാധാരണ മനുഷ്യന്മാരുടെ ആരോഗ്യത്തിനും ബാധ്യതയായിക്കൊണ്ടിരിക്കുക. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കൊണ്ട് രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ ഒരു സെക്കൻഡ് പോലും വൈകിട്ടില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല പറയുന്നത്, ഞാൻ ആ സീനിലില്ലല്ലോ. ആ സീനിലുണ്ടായിരുന്ന ഞാനിപ്പോൾ ആ സീനിലില്ല. ആ സീനിലുണ്ടായിരുന്ന ആ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കുടുംബം, ഞാനും അങ്ങയും ആ സീനിലില്ല. ഉണ്ടോ? അങ്ങുമില്ല, ഞാനുമില്ല. ആ സീനിലുണ്ടായിരുന്ന ആ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കുടുംബം, ആ കുടുംബം പറയുകയാണ് വൈകിട്ടില്ല എന്ന് മാത്രമല്ല, ഈ യൂത്ത് കോൺഗ്രസ്സുകാരാണ് എടുത്ത് വാഹനത്തിൽ കയറ്റിയത് എന്ന് പറയുക. ഇനി അവിടെ സമരം പാടില്ലേ? നിങ്ങൾ തന്നെ പറ. എന്താ ആംബുലൻസിന്റെ അവസ്ഥ? അല്ല, ആംബുലൻസ് രോഗിയുണ്ടോ? അന്നേരം രോഗിയുണ്ടോ? ആംബുലൻസിൽ രോഗിയുണ്ടോ? രോഗി ആംബുലൻസിലുണ്ടോ? എന്റെ ചോദ്യം ഡയറക്റ്റ് ആണ്. രോഗി ആംബുലൻസിലുണ്ടോ? രോഗിയെ കയറ്റാൻ വൈകി എന്നുള്ളത് ആരുടെ ആരോപണമാണ്? CPMന്റെ ആരോപണമല്ലേ? കുടുംബത്തിന് അങ്ങനെ ആരോപണം ഉണ്ടോ? അവരെ കൊണ്ട് പോയ ഈ ബിനു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊണ്ട് പോയ കുടുംബത്തിന് ആരോപണം ഉണ്ടോ?